നമസ്കാരം. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അതായത് ഒന്നാമത്തെ ചാപ്റ്റർ കടലെടുത്തിട്ടിലെ മായാക്കാഴ്ചകൾ എന്നുള്ളതായിരുന്നു. അതിലത്തെ ഒരു വൺ വേർഡ് മോഡലാണ് കേട്ടോ. വൺ വേർഡ് ചോദ്യത്തിൻ്റെ മോഡൽ ഇപ്പോൾ എന്താ പറയുക, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക എന്നൊക്കെ പറഞ്ഞിട്ട് വാചകത്തിൽ എഴുതുക എന്നായിരിക്കും ഫസ്റ്റത്തെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അതിലിപ്പോൾ CMFRIയുടെ പൂർണ്ണരൂപം എന്ത് ചോദ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് CMFRI. അതുപോലെ ശലഭ മത്സ്യങ്ങളുടെ കുടുംബനാമം എന്ത്? ചിറ്റോ ഡോണ്ടിറ്റഡി എന്നാണ് അത് പറയുന്നത്. അപ്പോൾ അതേപോലത്തെ ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക. പിന്നെ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ്റെ മോഡലാണ് വർക്കലയിലെ ജഗന്നാഥ ക്ഷേത്രത്തിൽ ഡച്ച് മണിയുടെ ഐതിഹ്യം എന്ത് എന്നത്. കപ്പൽപ്പാര് എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. essay ക്വസ്റ്റ്യൻ്റെ മോഡൽ 2 പുറത്തിൽ കവിയാതെ എഴുതാനായിരിക്കും. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. കപ്പൽപ്പാര് കണ്ടെത്താൻ റോബർട്ട് പനിപ്പുഴ നടത്തിയ സന്നാഹങ്ങൾ എന്തൊക്കെ? അപ്പോൾ ഇദ്ദേഹത്തിന് മുങ്ങൽ വിദഗ്ധരെ കിട്ടാൻ വേണ്ടി അദ്ദേഹം ചെയ്തത്, അതുപോലെ ക്യാമറ കിട്ടാൻ വേണ്ടിയിട്ട് കടൽ തെളിയാൻ കാത്തു നിൽക്കുന്ന, ഇങ്ങനെ പല ഘട്ടങ്ങളിലൂടെ കടന്നിട്ടാണ് അദ്ദേഹം തൻ്റെ ഉദ്ദേശം നേടുന്നത്. അപ്പോൾ അതാണ് എഴുതേണ്ടത് കേട്ടോ. പിന്നെ കടലെടുത്തിട്ടിൽ റോബർട്ട് പനിപ്പുഴ കണ്ടെത്തിയ കപ്പലിൻ്റെ ചരിത്രം എന്ത്? നമ്മൾ പറഞ്ഞു, നമ്മൾ വീഡിയോയിൽ കറക്റ്റ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഡച്ച് മണിയെക്കുറിച്ചും ഡച്ചുകാരെക്കുറിച്ചും ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെക്കുറിച്ചും അവരുടെ വിമനം എന്ന് പറയുന്ന കപ്പലായിരുന്നൊക്കെ പറയുന്ന ഭാഗം. അപ്പോൾ അതാണ് വിശദമായിട്ട് എഴുതേണ്ടത്. അപ്പോൾ നന്നായിട്ട് എക്സാം എഴുതുക കേട്ടോ. സോ താങ്ക് യു സോ മച്ച്.